മനക്കുടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് അരിമ്പൂർ പഞ്ചായത്ത് അംഗത്തെ ആക്രമിച്ചു. നാട്ടുകാർ പിടികൂടി ആശുപത്രിയിൽ എത്തിച്ച മനക്കുടി സ്വദേശി സൂരജാണ് അക്രമാസക്തനായത്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ചൊവ്വാഴ്ച. തിരുവിലാമലയിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ. കാട്ടാന ശല്യം മൂലം ദുരിതത്തിലായി അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലാ നിവാസികൾ. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 40ഓളം ആനകൾ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മനക്കുടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ അക്രമാസക്തനായതിനെ തുടർന്ന് നാട്ടുകാർ പിടികൂടി ആശുപത്രിയിൽ എത്തിച്ച യുവാവിന്റെ ആക്രമണത്തിൽ പഞ്ചായത്ത് അംഗത്തിന് പരിക്കേറ്റു. അരിമ്പൂർ പഞ്ചായത്ത് അംഗവും CPM കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ കെ രാഗേഷിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. തലയ്ക്ക് 2 തുന്നലുകളിട്ടു. മനക്കുടി സ്വദേശി സൂരജാണ് ആക്രമിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം മനക്കുടി അല്ലേശ്യ സെന്ററിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് കടകൾക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്കും നേരെ ആക്രമണം നടത്തുന്നുവെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയതിനെ തുടർന്നുള്ള സംഭവങ്ങൾക്കൊടുവിലാണ് വാർഡംഗം കെ രാഗേഷിന് പരിക്കേറ്റത്. അന്തിക്കാട് പോലീസിനെ നാട്ടുകാർ അറിയിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് എത്താതിരുന്നതിനെ തുടർന്ന് രാഗേഷും അവിടെ കൂടിയ ഏതാനും പേരും ചേർന്ന് യുവാവിനെ ബലം പ്രയോഗിച്ച് ആംബുലൻസിൽ കയറ്റി തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. കൊണ്ടുപോകുന്നതിനിടെ യുവാവ് ആംബുലൻസിലെ സ്ട്രക്ചറും സീറ്റുകളും മാന്തിക്കീറുകയും ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാരെയും ജീവനക്കാരെയും അസഭ്യം പറയുകയും ചെയ്തതോടെ പടിഞ്ഞാറേക്കോട്ട മാനസിക രോഗ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. മാനസികാരോഗ്യ ആശുപത്രിയിലും ഡോക്ടർമാരെ അസഭ്യം പറഞ്ഞ് കസേര കൊണ്ട് വാർഡംഗം രാകേഷിനെ തലക്കടിക്കുകയായിരുന്നു. നമ്മൾ ഡോക്ടറെ ആയിട്ട് സംസാരിക്കും. ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു കസാര എടുത്തു വന്ന് എൻ്റെ തലയുടെ ബാക്കിൽ അടിച്ച് അവിടുന്ന് രക്തം വരുന്ന സ്ഥിതിയും പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ലഹരി മാഫിയ ശക്തമായി കൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടേണ്ട സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പല ആളുകളും അവിടെ കാഴ്ചക്കാരായി നോക്കുന്ന സ്ഥിതിയാണ്. ആരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തയ്യാറാവാത്ത സ്ഥിതി. അപ്പോൾ ഇത് ചിലരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ ചില കാഴ്ചപ്പാട്. പോലീസിന്റെ സഹായത്തോടെ ആശുപത്രി അധികൃതർ യുവാവിനെ ചികിത്സയ്ക്ക് വിധേയനാക്കി. മനക്കുടിയിൽ യുവാവ് കടകളെയും ആളുകളെയും ആക്രമിച്ച് അഴിഞ്ഞാടുമ്പോൾ നാട്ടുകാർ നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. TCV തൃശൂർ. വായനയെ തിരിച്ചുപിടിക്കലാണ് സമൂഹം ഇന്ന് നേരിടുന്ന ലഹരി വ്യാപനത്തിനുള്ള ഫലപ്രദമായ മാർഗമെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. മട്ടത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കോടാലിയിൽ സംഘടിപ്പിച്ച ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായനശാല അടക്കമുള്ള കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ലഹരി വ്യാപനത്തെ പ്രതിരോധിക്കാനാകൂ എന്നും MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് പുരസ്കാരം കരസ്ഥമാക്കിയ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് MR രഞ്ജിത്ത്, മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി MLA ആദരിച്ചു. മട്ടത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, പഞ്ചായത്ത് അംഗം KS സൂരജ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി CD പോൾസൺ, താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു, മട്ടത്തൂർ നേതൃസമിതി ചെയർമാൻ EH സഹീർ, MP ജോഷി എന്നിവർ സംസാരിച്ചു. വർദ്ധിച്ചുവരുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവും പ്രതിരോധവുമായി പുതുക്കാട് മണ്ഡലതല ജനസഭ സംഘടിപ്പിച്ചു. ജനസഭയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതി രൂപീകരിക്കും. വിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും പ്രചരണ പരിപാടികളും നടത്തും. വിവിധ വകുപ്പുകളും സംഘടനകളുമായി സഹകരിച്ച് ജനകീയ പങ്കാളിത്തത്തോടെയായിരിക്കും പ്രവർത്തനങ്ങൾ. KK രാമചന്ദ്രൻ MLA ചെയർമാനും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറുമായി 251 അംഗ ജനറൽ കമ്മിറ്റി തെരഞ്ഞെടുത്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, എക്സൈസ് ഡെപ്യൂട്ടി കൺവീനർ V സുഭാഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ N മനോജ്, കലാപ്രിയ സുരേഷ്, K രാജേശ്വരി, സുന്ദരി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അത് പബ്ലിക്കായിട്ടുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു അഭിപ്രായ യോഗമാണ്. ആ 2 യോഗങ്ങളുടെയും തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തന പരിപാടി സ്വാഭാവികമായി സംഘടിപ്പിച്ചതിന് ബഹുമാന്യനായ MLAയ്ക്കും അതിനുവേണ്ടി ഒത്തുകൂടിയ നിങ്ങൾക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നന്ദിയും ആദരവും അറിയിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കും.
കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവ് ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് മുന്നോടിയായി കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ചൊവ്വാഴ്ച നടക്കും. ദേവീപ്രീതിക്കായി കോഴിക്കല്ലുകൾ കുഴികുത്തി മൂടി ചെമ്പട്ട് വിരിക്കുകയും തച്ചോളി തറവാട്ടിൽ നിന്നുള്ള കോഴികളെ സമർപ്പിക്കുകയും ചെയ്യുന്നതോടെ ശ്രീകുരുമ്പക്കാവ് ഭരണി ആഘോഷത്തിലേക്ക് കടക്കും. ഭഗവതി വീട്ടുകാർ കുഴികൾ കുത്തി കല്ലുകൾ മൂടി ചെമ്പട്ട് വിരിക്കുന്നതോടെ തച്ചോളി വീടിന്റെ പ്രതിനിധികൾ ക്ഷേത്രസന്നിധിയിൽ പ്രവേശിക്കും. തറവാട്ടിൽ നിന്നുള്ള കോഴികളെ ഭഗവതി നടയിൽ പൂജിച്ചു കൊണ്ടുവന്ന കോഴിക്കല്ല് സമർപ്പിച്ച് ചടങ്ങ് നിർവഹിക്കും. ഇതോടെ ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്ക് മൂലയിൽ വേണാടൻ കൊടികൾ ഉയർത്തുകയും ക്ഷേത്രനടകളിൽ ഭണ്ഡാരം വെപ്പ് നടക്കുകയും ചെയ്യും. 31-ന് പ്രസിദ്ധമായ തൃച്ചന്ദ്രൻ ചാർത്ത് പൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും. ഏപ്രിൽ 1-ന് ഭരണി നാളിൽ പുലർച്ചെ ഭഗവതിക്ക് വരിയേരി പായസം നിവേദിച്ച് വെന്നിക്കൊടികൾ ഉയർത്തുന്നതോടെ ഭരണി മഹോത്സവത്തിന് സമാപനമാകും. തിരുവല്ലാമലയിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. തിരുവല്ലാമല മലേശമംഗലം പുളയ്ക്കൽപ്പറമ്പ് സ്വദേശി ദേവിയയ്ക്കാണ് അമ്മയ്ക്കൊപ്പം വരുമ്പോൾ നായയുടെ കടിയേറ്റത്. മറ്റൊരു വിദ്യാർത്ഥിക്കും കടിയേറ്റിട്ടുണ്ട്. മലേശമംഗലം ചെർക്ക ക്ലാസിന് സമീപത്താണ് സംഭവം. കുഴൽമന്നം LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. ഇരു കുട്ടികളെയും ആക്രമിച്ചത് ഒരു നായ തന്നെയാണെന്ന് പറയുന്നു. തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥിയെ കൊണ്ടുപോയി. തിരുവല്ലാമലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടാനകളുടെ ശല്യം മൂലം ദുരിതത്തിലായി അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലയിലെ ജനങ്ങൾ. കൂട്ടമായും ചെറു സംഘങ്ങളുമായും 40ഓളം ആനകൾ മേഖലയിൽ തമ്പടിച്ചിട്ട് മാസങ്ങളായി. വെറ്റിലപ്പാറ, ചിക്ലായി, കോട്ടാമല, അരൂർമുഴി, പണ്ടാരംപാറ എന്നീ സ്ഥലങ്ങളിലെ ആളുകളാണ് കാട്ടാനശല്യം മൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. തെങ്ങ്, പ്ലാവ്, കവുങ്ങ് തുടങ്ങി കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് പതിവാണ്. കാട്ടാനശല്യം മൂലം കർഷകർക്കും സാധാരണക്കാർക്കും ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി. വീട്ടുമുറ്റത്ത് ആനകൾ എത്തുന്നതിനാൽ സമാധാനത്തോടെ അന്തിയുറങ്ങാനും കഴിയാത്ത സ്ഥിതിയാണ്. റോഡുകളിൽ കൂടിയുള്ള രാത്രികാല യാത്രകളും ജീവൻ പണയപ്പെടുത്തിയാണ്. വൈകുന്നേരമായാൽ പറമ്പുകളിൽ ആനകൾ എത്തിത്തുടങ്ങും. പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചുമാണ് നാട്ടുകാർ ആനകളെ വിരട്ടി ഓടിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ അതിരപ്പള്ളി വിട്ടു പോകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് മലയോര കർഷകർ. TCV ന്യൂസ്, ചാലക്കുടി. കൊടുങ്ങല്ലൂർ ശൃംഗപുരത്ത് നിയന്ത്രണം വിട്ട കാർ ബസ്സിലിടിച്ച് ബസ് യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ നിന്നും പറവൂരിലേക്ക് പോകുകയായിരുന്ന ജയലക്ഷ്മി എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഓടിച്ചിരുന്നയാൾക്ക് തലചുറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്നാണ് സൂചന. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി. ഇരിങ്ങാലക്കുട കോലോത്തുംപാടം സ്വദേശി കിഴക്കേവളപ്പിൽ സുബിനെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സുബിനും സഹോദരനായ വിപിന്റെ ഭാര്യ ജയതയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കരുമാത്ര സ്വദേശിയുടെ പരാതിയിലാണ് സുബിനെ അറസ്റ്റ് ചെയ്തത്. 2,65,33,000 രൂപ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടെന്ന് പരാതിയിലാണ് അറസ്റ്റ്. ഇതുവരെ 11 കേസുകൾ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 4 കേസുകളിൽ പ്രതിയാണ് സുബിൻ. ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ, രാജു, സതീശൻ തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അപകടം കഴിഞ്ഞ് 10 ദിവസം പിന്നിടുമ്പോഴും ദേശീയപാതയിലെ പോട്ട ആശ്രമം ജംഗ്ഷനിൽ ഗതാഗത സംവിധാനം പരിഷ്കരിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായി. പോട്ട ആശ്രമം റോഡിൽ നിന്നും ദേശീയപാത മുറിഞ്ഞുകിടക്കുന്ന വാഹനങ്ങളുടെ സഞ്ചാരം നിർത്തുമെന്നായിരുന്നു നഗരസഭാ ചെയർമാൻ അറിയിച്ചിരുന്നത്. ഇതിനുവേണ്ടി ദേശീയപാതയുടെ മധ്യഭാഗം അടച്ചിടുമെന്നും കിഴക്കുഭാഗത്തെ സർവീസ് റോഡിൽ നിന്നുള്ള വാഹന പ്രവേശനങ്ങൾ തടയുമെന്നും പറഞ്ഞിരുന്നു. പഴയ NH-ൽ നിന്നും ഇരിങ്ങാലക്കുട തൃശൂർ റൂട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ സുന്ദരി കവല സർവീസ് റോഡ് വഴി കടത്തിവിടുമെന്നും അറിയിപ്പുണ്ടായി. എന്നാൽ എല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു. സുന്ദരി കവല സർവീസ് റോഡ് വീതി കൂട്ടിയതിനെ തുടർന്ന് ചാലക്കുടി ടൗണിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളും KSRTC ഓർഡിനറി ബസ്സുകളും മാത്രം ഇതിലെ സർവീസ് നടത്തുന്നുണ്ട്. ബാക്കിയെല്ലാം പഴയപടി തന്നെ. കഴിഞ്ഞ മാർച്ച് 13-നായിരുന്നു പോട്ട ആശ്രമം ജംഗ്ഷനിൽ അതിദാരുണമായ അപകടമരണം ഉണ്ടായത്. ആശ്രമം റോഡിൽ നിന്നെത്തിയ ബൈക്ക് യാത്രികൻ മിനി ലോറിയുടെ അടിയിൽപ്പെട്ട് മരിച്ചതും വാഹനം അഗ്നിക്കിരയായതും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. മാസങ്ങൾക്കകം അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇവിടെ താൽക്കാലികമായി ട്രാഫിക് പരിഷ്കാരം കൊണ്ടുവരുമെന്ന് അപകട ദിവസം തന്നെ അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു.
8 മാസം മുമ്പ് സമാന രീതിയിൽ നടന്ന മറ്റൊരു അപകട മരണത്തിന് ശേഷവും നഗരസഭ അധികൃതർ ഇതേ പ്രഖ്യാപനവും നടത്തിയിരുന്നു. എന്നാൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. TC വിനോസ്, ചാലക്കുടി. തളി തച്ചുകുന്നിലെ മണ്ണെടുപ്പിനെതിരെ കടുകശ്ശേരി തച്ചംകുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിഗണന നൽകാതെ ജിയോളജി വകുപ്പ് മണ്ണെടുപ്പിന് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചേർന്ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പൊതുയോഗം സാമൂഹിക പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്തു. CP രാജൻ അധ്യക്ഷനായി. T ബഷീർ, KP വിപിൻദാസ്, KK മണികണ്ഠൻ, TK കുഞ്ഞുകുട്ടൻ മാസ്റ്റർ, MM രതീഷ്, P ശശി കടുകശ്ശേരി, TA മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് മുന്നോടിയായി നടന്ന റാലിയിൽ നിരവധി പേർ അണിനിരന്നു. കാലവർഷങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് തച്ചക്കുന്ന് പ്രദേശം. കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ മണ്ണെടുപ്പ് നടത്തുന്നതിന് ജിയോളജി വകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. വാർഡ് മെമ്പറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണെടുപ്പ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് മുഴുവൻ നോക്കി, ഇവിടെ മുഴുവൻ കണ്ടു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, പിന്നില് ഇതുപോലെ രാജ്യം മുമ്പ് പറഞ്ഞ പോലെ 10-15 വീട്ടുകാര് അയ്യപ്പൻകാട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അത് കൂടെ കയറി വന്ന് അത് മുഴുവൻ പരിശോധിച്ച ശേഷമാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഭാഗത്ത് സയൻസ് അവരുടെ ഭാഗം ഉണ്ടെന്ന് പറയുന്നു, അവരുടെ ഭാഗത്ത് നിയമമുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. നിയമപ്രകാരം അവർക്കൊക്കെ എടുക്കാം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ഇവര് വന്ന നമ്മുടെ കൂടെ അന്ന് വന്ന ആളുകൾക്ക് അറിയാം. 2-3 ആളുകൾ ഇവിടെ മണ്ണെടുക്കണ സമയത്ത് ഇവിടെ വന്ന് തടഞ്ഞപ്പോ അവരുടെ കൂടെ സംസാരിച്ചത് മുഴുവൻ ഇതിന്റെ ഉടമസ്ഥനവും മക്കളോ അല്ല. സംസാരിച്ച് മുഴുവൻ മണ്ണ് എടുക്കുന്ന എഞ്ചിനീയറാണ്, മൈനിങ് എഞ്ചിനീയർ എന്നാണ് അയാൾ പരിചയപ്പെടുത്തിയത്. അയാളാണ് സംസാരിച്ചത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇത് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ അവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ തളിക്കുളത്ത് നിന്ന് വന്ന ഏതോ ഒരാള്, അറിയാത്ത ഒരാൾ ഇവിടെ ഒരു കടമുറി അല്ലെങ്കിൽ ഒരു ക്വാർട്ടേഴ്സ് പണിയാൻ വേണ്ടി ഇവിടെ സ്ഥലം വാങ്ങിയിരുന്നു, എന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ കൃഷിയിടത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 9-ാം വാർഡിലെ വിളക്കാട്ടുപാടത്താണ് കാട്ടുപന്നികൾ കൃഷി വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത്. ദേവസൂര്യയിലെ വനിതാവേദി പ്രവർത്തകർ കൃഷി ചെയ്ത മരച്ചീനി, മുളക് എന്നിവയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ പപ്പായ, വാഴ എന്നിവയെ നശിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ് എന്നിവർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഈ സ്ഥലത്ത് ഇപ്പോൾ കൃഷി ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ വനിതാവേദി പ്രവർത്തകരൊക്കെ വളരെ കഷ്ടപ്പെട്ട് നട്ട് നനച്ചുണ്ടാക്കിയ മിളക്, കൊള്ളി എല്ലാം കാട്ടുപന്നി കഴിഞ്ഞ ദിവസം നശിപ്പിച്ചിരിക്കുകയാണ്. 5 വർഷം മുൻപ് അടച്ചുപൂട്ടി അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. കോവിഡ് വ്യാപനം തടയാനെന്ന പേരിൽ 2020 മാർച്ച് 23-ാം തീയതിയാണ് ആമ്പല്ലൂരിലെ അളഗപ്പ മില്ലിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത്. തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന സമാശ്വാസ വേതനം നവംബർ മുതൽ നൽകിയിട്ടില്ല. 300-ൽ പരം വരുന്ന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ദുരിതത്തിലാണ്. DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ നേതാക്കളായ K ഉണ്ണികൃഷ്ണൻ, ആന്റോ ഇല്ലിക്കൽ, M തുളസീദാസൻ എന്നിവർ സംസാരിച്ചു. KD ഷാജി, സുനിത, മുരളി, പ്രീതി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മിൽ തുറന്നു പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ പത്രവിതരണക്കാരന്റെ TVS XL മോപ്പഡ് മോഷണം പോയി. ശൃംഗപുരം ശ്രീരംഗ് ലൈനിൽ മുതിരപ്പറമ്പിൽ വിനേഷ് ബാബുവിന്റെ ഇരുചക്ര വാഹനമാണ് മോഷണം പോയത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ താമസിക്കുന്ന 10ഓളം കുടുംബങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിയതായുള്ള പരാതിക്ക് താൽക്കാലിക പരിഹാരമായി മഹാത്മ റോഡിൽ നിന്നും സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയിലെ 10ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന വഴി തടസ്സപ്പെടുത്തിയതായി കാണിച്ച് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലും വില്ലേജിലും പാവറട്ടി പോലീസിലും നാട്ടുകാർ പരാതി നൽകിയിരുന്നു. രോഗികളായവരും പ്രായാധിക്യത്താൽ അവശതകൾ അനുഭവിക്കുന്നവരും സഞ്ചാര സ്വാതന്ത്ര്യം മുടങ്ങിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. ഈ വാർത്ത TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വില്ലേജ് ഓഫീസ് അധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കുകയും സ്ഥലം ഉടമയുമായും പരിസരത്തെ വീട്ടുകാരുമായും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. സമീപത്തെ കുടുംബങ്ങൾക്ക് നടന്നുപോകാൻ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇറക്കിയിരുന്ന കരിങ്കല്ല് മാറ്റി വഴി തുറന്നു നൽകി.
കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി. പോട്ട മോസ്കോ സ്വദേശി കുറ്റിലാങ്കൂട്ടം വീട്ടിൽ സനലിനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വെള്ളിക്കുളങ്ങര കാരിക്കടവിൽ മരം വീണ് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. കാരിക്കടവ് ഉന്നതിയിലെ ട്രാൻസ്ഫോർമറിലേക്ക് മരം വീണു. കമ്മ്യൂണിറ്റി ഹാളിന് സമീപം നിന്നിരുന്ന മരമാണ് ഒടിഞ്ഞു വീണത്. മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ആഘോഷം സമാപിച്ചു. കാളി ദാരികവധം പ്രതീകാത്മകമായി നടത്തിയതോടെയാണ് വേലാഘോഷത്തിന് പരിസമാപ്തിയായത്. മഴ കാരണം വേലയുടെ വെടിക്കെട്ട് വൈകിയാണ് നടന്നത്. ചേലക്കര, തോന്നൂർക്കര, കുറുമല, പങ്ങാരപ്പള്ളി, വെങ്ങാനല്ലൂർ, ചേലക്കോട് ദേശങ്ങളാണ് വേലാഘോഷത്തിലെ മുഖ്യ പങ്കാളികൾ. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അവതരിപ്പിച്ചു. 121,51,12,27,714 രൂപ വരവും 125,19,40,249 രൂപ ചെലവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് അവതരിപ്പിച്ച ബജറ്റ് തികച്ചും നിരാശാജനകമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്തിൽ രൂക്ഷമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ഫണ്ട് നീക്കിവച്ചിട്ടില്ല. കാർഷിക മേഖലയെ അവഗണിച്ചതായും തകർന്നു കിടക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ തുക വകയിരുത്തിയില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല. ഒരു വാർഡിൽ ഒരു ഗ്രൌണ്ട് എന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം നടപ്പിലാക്കാതെ യുവജനങ്ങളെ ഈ ഭരണസമിതി വഞ്ചിച്ചുവെന്നും ആകാശപാത, നീന്തൽക്കുളം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് MC ഐജു, മെമ്പർമാരായ റീന വർഗീസ്, റിജി ജോർജ്, PK മാധവൻ, സതി മണികണ്ഠൻ എന്നിവർ അറിയിച്ചു. യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തി. ജീവിതത്തിൽ മുഴുവനും അവരുടെ ആരോഗ്യം പരിപാലിക്കുന്ന ആളുകളാണ് ഈ അംഗൻവാടിക്കാരായാലും ശരി, ആശാ വർക്കർമാരായാലും ശരി. ആയിട്ടില്ല. അവരെ ഈ പറയുന്ന കുട്ടികളുടെ ഒരു പുതിയ നമ്മുടെ ജന്മം കൊള്ളുന്ന കുട്ടിയുടെ വ്യക്തിത്വത്തിലും അല്ലെങ്കിൽ വ്യക്തി സ്വഭാവത്തിലൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന നമ്മുടെ നാടിന്റെ ആരോഗ്യ മേഖലയെ ശക്തമായി പിടിച്ചുകൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ശക്തമായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഈ അടിസ്ഥാന വർഗത്തിൽ സാധാരണക്കാരായ അംഗൻവാടി ടീച്ചർമാരെയും ആശാവർക്കർമാരെയും പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഈ ബജറ്റിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ യുവാക്കൾക്കും വനിതകൾക്കും വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല. ഈ നാട്ടിലെ തൊഴിലില്ലാത്ത നിരവധി ചെറുപ്പക്കാരുണ്ട്. അവർക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള എന്താ പറയാ ഫണ്ടും വേണ്ടത്ര ഫണ്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. പരസ്യ ശബ്ദകലാ രംഗത്തെ പ്രതിഭ ടോണി വട്ടക്കുഴി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. കല്ലൂർ സ്വദേശിയാണ്. നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട്. വിവിധ പരിപാടികൾക്ക് ഓൾ ഇന്ത്യ റേഡിയോയിലും ആയിരക്കണക്കിന് പരസ്യങ്ങൾക്കും നിരവധി ഡോക്യുമെന്ററികൾക്കുമായി 14 ഭാഷകളിൽ ശബ്ദം നൽകിയിട്ടുണ്ട്. മദർ തെരേസയുടെ സംസ്കാര കർമ്മം ആകാശവാണിക്ക് വേണ്ടി ദൃക്സാക്ഷി വിവരണം നടത്തിയ ശബ്ദം ടോണി വട്ടക്കുഴിയുടേതായിരുന്നു. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ വർഷങ്ങളോളം മുഴങ്ങിയ ശബ്ദഗാംഭീര്യമായിരുന്നു ടോണി വട്ടക്കുഴിയുടേത്. നിരവധി സിനിമകളിലും പരസ്യങ്ങളിലും ശബ്ദം നൽകിയ ടോണി അവസാനമായി പൃഥ്വിരാജിന്റെ ഊഴം എന്ന സിനിമയിൽ പ്രധാന വില്ലനായ JPക്കും KGF 2-ൽ CBI ഡയറക്ടർ രാഘവനും വേണ്ടി ശബ്ദം നൽകി. സാമൂഹിക സാംസ്കാരിക രംഗത്തും സജീവമായിരുന്നു. തൃശൂരിലെ റീജൻസി ക്ലബ്, ബാനർജി ക്ലബ്, ലയൺസ് ക്ലബ്, ആമ്പലൂർ പാം ബ്രീസ് ക്ലബ് എന്നിവയുടെ സാരഥ്യം വഹിച്ചിട്ടുണ്ട്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നടക്കും. അഷ്ടമിച്ചിറയിൽ ഓട്ടോറിക്ഷയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വടമയിൽ കടയിലെ ജോലിക്കാരനായ ബീഹാർ സ്വദേശി രാജേഷ് സരനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി അഷ്ടമിച്ചിറയിൽ റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആറ്റൂരിൽ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം തമ്പാനൂർ സ്വദേശി ദിനേശ് സാജൻ മകൻ 20 വയസ്സുള്ള ദീപേതാണ് മരിച്ചത്. ഒപ്പം യാത്ര ചെയ്തിരുന്ന ഗൗതമിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറ്റൂർ അറഫ സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ പിന്നിൽ അമിത വേഗതയിൽ വന്ന ടോറസ് ലോറി ബൈക്കിടിച്ച് വീഴ്ത്തുകയായിരുന്നു. കൊടകര എഞ്ചിനീയറിംഗ് കോളേജ് 3ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. ഞാൻ കടയിലിരിക്കുകയായിരുന്നു. ഒരു സൗണ്ട് കേട്ടു. പുറത്ത് ചെന്നപ്പോൾ വീണ് കിടക്കണതാണ് കണ്ടത്. അങ്ങനെ ആൾക്കാരൊക്കെ ജനങ്ങൾ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
ലോറി ഓവർടേക്ക് ചെയ്ത് അതുമ്പോൾ തട്ടിയതാണ്. മയക്കാരന് തല പൊട്ടിയിട്ടുണ്ട്, കാലിൽ എല്ലൊടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാരിയെടുക്കാൻ കഴിയാതെ വന്നു. ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വീട്ടിലേക്ക് പോവുകയാണ്. ഏതാ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. നാട്ടിലെ ഓരോ പിറന്നാളും ഈ വായനശാലയ്ക്ക് ആഘോഷമാണ്. ഓരോ പിറന്നാൾ ദിവസവും ഈ അക്ഷര കേന്ദ്രത്തിലേക്ക് പുതിയൊരു പുസ്തകം വന്നെത്തും. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് AK അയ്യപ്പൻ CV സുകുമാരൻ വായനശാല 2024 നവംബർ 1 ആരംഭിച്ച ക്യാമ്പയിനാണ് ജന്മദിനം വായനശാലയ്ക്കൊപ്പം എന്നത്. ഓരോ പിറന്നാളുകാരും അന്നേ ദിവസം വായനശാലയിലേക്ക് ഒരു പുസ്തകം സംഭാവന ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജന്മദിനത്തിന് പുറമെ വിവാഹ വാർഷികത്തിനും ഓർമ്മ ദിവസങ്ങളിലും നാട്ടുകാർ പുസ്തകം സമ്മാനമായി നൽകുന്നുണ്ട്. ക്യാമ്പയിൻ 142 ദിവസം പിന്നിടുമ്പോൾ മാതൃകാപരമായ ഈ പദ്ധതിയിലൂടെ 368 ജന്മദിനാഘോഷങ്ങളിലും 30 വിവാഹ വാർഷികങ്ങളിലും 13 ഓർമ്മ ദിനങ്ങളിലും വായനശാല പങ്കാളിയായി കഴിഞ്ഞു. ഇത്തരത്തിൽ 1400-ലധികം പുസ്തകങ്ങളാണ് വായനശാലയ്ക്ക് ലഭിച്ചത്. 2017 പ്രവർത്തനം ആരംഭിച്ച വായനശാല 8 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനായാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഈ ക്യാമ്പയിനിലൂടെ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണത്. ലൈബ്രറിയിൽ ലൈബ്രറി സെക്രട്ടറിയും പ്രസിഡന്റും ലൈബ്രറിയനും മാത്രമല്ല, ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളും ലൈബ്രറി അംഗങ്ങളായ ആളുകളെല്ലാം ഇതിൻ്റെ ഒരു നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ വിജയത്തിന് പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. 421 അംഗങ്ങളും 10688 പുസ്തകങ്ങളുമുള്ള വായനശാല 2025 ഡിസംബർ 31 500 അംഗങ്ങളെയും 12,000 പുസ്തകങ്ങളുമാണ് ലക്ഷ്യമിടുന്നത്. നന്ദു അഗസ്റ്റിൻ പ്രസിഡന്റും MV രേണുക സെക്രട്ടറിയും NAM അഷ്റഫ് വൈസ് പ്രസിഡന്റും NS ജയൻ ജോയിന്റ് സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് വായനശാലയെ നയിക്കുന്നത്. TCV കൊടുങ്ങല്ലൂർ. എടത്തിരുത്തി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 39,92,63,472 രൂപ വരവും 39,11,33,540 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അവതരിപ്പിച്ചത്. പാർപ്പിട പദ്ധതിക്ക് 2,90,00,000, തൊഴിലുറപ്പ് പദ്ധതിക്ക് 4 കോടി, പൊതുകെട്ടിടങ്ങൾക്ക് 1,36,00,000, റോഡ് നിർമ്മാണത്തിന് 5,50,32,000 രൂപ, ശുചിത്വത്തിന് 36,13,500, കോസ്റ്റൽ പാർക്ക് നിർമ്മാണത്തിന് 55 ലക്ഷം, വെള്ളക്കെട്ട് പരിഹാരത്തിന് 36 ലക്ഷം എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. തൃശൂർ ജില്ലാ മഹിളാ സേവാദൾ നേതൃയോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് റീന വർഗീസ് അധ്യക്ഷയായി. UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായി. മഹിളാ സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് R ജയകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മറ്റത്തൂർ അവിട്ടപ്പള്ളി ചാഴിക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ജില്ലാ സമിതി അംഗം അഡ്വക്കേറ്റ് PG ജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ, സുനിൽകുമാർ കാട്ടിക്കുളം, പ്രിയ സജീവ് കുമാർ, രതീഷ് ചാഴിക്കാട് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം നടന്നു. കാർത്തികേയൻ വട്ടോലിപ്പറമ്പിൽ പതാക ഉയർത്തി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PG ഷാജി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട്, ഏരിയ ജനറൽ സെക്രട്ടറി MK അശോകൻ, PR പ്രസാദൻ, AK ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂവത്തൂർ പെരിങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ സീജൻ കുത്തൂർ, സുബിരാജ് തോമസ്, റാഷിദ് എളവള്ളി, MP ശരത് കുമാർ, ബാബു TP എന്നിവർ നേതൃത്വം നൽകി.
കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് 18-ാം വാർഡ് കമ്മിറ്റി രൂപീകരണവും മഹാത്മാഗാന്ധി അനുസ്മരണ സംഗമവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി. ചടങ്ങിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, ബ്ലോക്ക് സെക്രട്ടറി സലാം വലിയകത്ത്, UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന നേതാക്കളെ ആദരിക്കലും കുട്ടികൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും നടന്നു. സമൂഹ നോമ്പുതുറയും ഉണ്ടായിരുന്നു. പൊങ്ങണങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ മദ്യവിരുദ്ധ സമിതിയുടെ വാർഷികവും പതാക ദിനവും ആചരിച്ചു. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ പതാക ഉയർത്തി. ഫാദർ ദേവസി പന്തലൂക്കാരൻ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ മദ്യവിരുദ്ധ സമിതി ഇടവക പ്രസിഡന്റ് ഷാജി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപത സെക്രട്ടറി സിജോ ഇഞ്ചോടിക്കാരൻ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു. തുടർന്ന് മദ്യവിരുദ്ധ കുടുംബങ്ങളെ ആദരിച്ചു. പൊങ്ങണങ്ങാട് ഇടവകയിലെ കൈക്കാരന്മാർ, തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതി ഭാരവാഹികൾ, ഫൊറോന ഭാരവാഹികൾ, പൊങ്ങണങ്ങാട് ഇടവകയിലെ അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള ജനകീയ സമിതികളുടെ രൂപീകരണ യോഗം MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ നടന്നു. ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും സുതാര്യമായും വേഗത്തിലുമുള്ള സേവനങ്ങൾ രജിസ്ട്രാർ ഓഫീസ് മുഖേന നൽകുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട സംവിധാനമായി ജനകീയ സമിതികൾ മാറണമെന്ന് MLA യോഗത്തിൽ നിർദ്ദേശിച്ചു. ജനകീയ സമിതിയിലേക്ക് പ്രതിനിധികളെ നിശ്ചയിച്ച് നൽകാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലാ അധ്യക്ഷന്മാർക്ക് പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാൻ കത്ത് നൽകുവാനും യോഗത്തിൽ തീരുമാനമായി. ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, അണ്ടത്തോട്, കോട്ടപ്പടി, ചാവക്കാട് എന്നിവയിലെ സബ് രജിസ്ട്രാർമാർ, പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആധാരമെഴുത്തുകാരുടെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിനെ ശാക്തീകരിച്ച് ലോകോത്തര നിലവാരമുള്ള മികവിന്റെ കേന്ദ്രമാക്കി സംരക്ഷിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലടി മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. യുവശാസ്ത്രജ്ഞൻ ഡോക്ടർ AK ശിവദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാൻ സാഗറിന്റെ ഭൂമിയും കെട്ടിടങ്ങളും ലാബറട്ടറികളും മറ്റാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കരുതെന്ന് കോലടി മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കോലടി മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VK മുകുന്ദൻ, MN ലീലാമ, ജില്ലാ കമ്മിറ്റി അംഗം C ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എനർജി കൺസർവേഷൻ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റും ചാലക്കുടിയിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ K സോമന്റെ സപ്തതി ആഘോഷിച്ചു. SNG ഹാളിൽ നടന്ന സപ്തതി ആഘോഷം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ KA ലാലുമോൻ മംഗളപത്രം സമർപ്പിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, സമിതി ചെയർമാൻ BJ ജോജി, നഗരസഭാ LDF ലീഡർ CS സുരേഷ്, ഫാദർ വർഗീസ് പാത്താടൻ, മുൻ ഗുരുവായൂർ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കടങ്ങ പഞ്ചായത്തിലെ 7-ാം വാർഡിലെ MN നഗറിൽ നിർമ്മിച്ച മിനി കമ്മ്യൂണിറ്റി ഹാൾ നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മിനി കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ മോഹൻ, AT അബ്ദുൾ മജീദ്, ബ്ലോക്ക് മെമ്പർ ഗ്രേസി ജേക്കബ്, വാർഡ് മെമ്പർ NK വിമല തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയായ അംഗത്വ സമാശ്വാസ നിധി വിതരണം ചെയ്തു. ചന്ദ്രാപിന്നി സഹകരണ സംഘം മുഖേന നടപ്പിലാക്കിയ അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 10 അംഗങ്ങൾക്കുള്ള തുകയാണ് വിതരണം ചെയ്തത്. ചന്ദ്രാപിന്നി VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് സഹായധനം വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MV ഹരിലാൽ അധ്യക്ഷനായി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ബാങ്ക് വൈസ് പ്രസിഡന്റ് MM ഗിരീന്ദ്രബാബു, സെക്രട്ടറി MS പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറൂന പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് CV ബേബി അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ GS അക്കരപ്പറ്റിയേക്കൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കോലടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ CA ജോസഫ് ലഹരിവിരുദ്ധ സെമിനാർ നയിച്ചു. AA സെബാസ്റ്റ്യൻ, കത്തോലിക്ക കോൺഗ്രസ് ലീഡർമാരായ KC ഡേവിസ്, KM ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി ചൊവ്വന്നൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് ബജറ്റ് അവതരിപ്പിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ MU സെബി, A രത്നകുമാരി, ഭരണസമിതി അംഗങ്ങളായ KU ബിബിൻ, ഷാമില കബീർ, KA ഷഹീദ് തുടങ്ങിയവർ സംസാരിച്ചു. ആർത്താറ്റ് കുന്നകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയിലെ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പെങ്ങാമുക്ക്, പാറന്നൂർ, പെലക്കാട്ട്, പയ്യൂർ, വൈശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥയാത്രകൾ രാവിലെ പള്ളിയിൽ എത്തിച്ചേർന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മാർ ദിയോസ്കൊറോസ് കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത, ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലിത്ത സക്കറിയ മോർ പിലാക്ക സിനോസ് എന്നിവർ പ്രധാന കാർമ്മികത്വം വഹിച്ചു. നേർച്ച സദ്യയിൽ 10,000 പങ്കെടുത്തു. ചവക്കാട് തിരുവത്ര കുഞ്ചേരിപ്പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. കിറാമൻകുന്ന് മഹല്ല് ഖത്തീബ് സാബിത് സക്കാഫി ഉദ്ഘാടനം ചെയ്തു. RT ഗഫൂർ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ KC ശിവദാസ്, തിരുവത്ര ശിവക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് P പപ്പൻ, AV കമറുദ്ദീൻ ഹാജി, നാഗഹരിക്കാവ് ക്ഷേത്രം പ്രസിഡന്റ് PM മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ, വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,432 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. മനക്കുടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് അരിമ്പൂർ പഞ്ചായത്ത് അംഗത്തെ ആക്രമിച്ചു. നാട്ടുകാർ പിടികൂടി ആശുപത്രിയിൽ എത്തിച്ച മനക്കുടി സ്വദേശി സൂരജാണ് അക്രമാസക്തനായത്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. കുഴിക്കല്ലുമുടൽ ചടങ്ങ് ചൊവ്വാഴ്ച. തിരുവല്ലാമലയിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ. കാട്ടാനശല്യം മൂലം ദുരിതത്തിലായ അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലാ നിവാസികൾ. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 40ഓളം ആനകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.